നമുക്കറിയാം എല്ലാ വർഷവും സെപ്റ്റംബർ 14-ാം തീയതി കത്തോലിക്ക സഭ വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ ദി എക്സാൾട്ടേഷൻ ഓഫ് ദി ഹോളി ക്രോസ് ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ദേവാലയങ്ങളിലെല്ലാം വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായി ആഘോഷിക്കുകയും പ്രത്യേകം സ്ലീവാ ചുംബനമൊക്കെ നടത്തപ്പെടുകയും ചെയ്തു. ഇനി വിഷയത്തിലേക്ക് വരാം. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ കുരിശിന് എന്ത് സംഭവിച്ചു? പലരും ഉന്നയിക്കുന്നൊരു ചോദ്യമാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ഭാഗമായി സൂക്ഷിക്കപ്പെടുന്ന ഭാഗങ്ങളുടെ കൃത്യതയ്ക്ക് വേണ്ടി അവയുടെ പൂർവ്വചരിത്രം കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും അതേക്കുറിച്ചുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായും അത് കാണുവാൻ ശ്രമിക്കുക. AD 326 വിശുദ്ധ നാട്ടിലേക്ക് വിശുദ്ധ ഹെലേന രാജ്ഞി നടത്തിയ തീർത്ഥയാത്രയിലാണ് ആദ്യമായി വിശുദ്ധ കുരിശ് കണ്ടെടുക്കുന്നത്. സഭ അതിൻ്റെ ബാലാരിഷ്ഠിതികൾ അതിജീവിച്ച് മതസ്വാതന്ത്ര്യം പ്രാപിച്ച സമയം. പൂജ്യവസ്തുക്കൾ കണ്ടെടുക്കുന്നതിനും അവയെ പരിപാവനമായി സംരക്ഷിക്കുന്നതിനുമുള്ള ഒരു വലിയ അഭിനിവേശം എല്ലാവരിലും ഉണ്ടായി. ഒരു ദൈവിക ആഹ്വാനത്താൽ പ്രേരിതയായി 80-ാം വയസ്സിൽ ഹെലേന രാജ്ഞി ഏറ്റവും പരിപാവനമായ തിരുശേഷിപ്പ് ക്രിസ്തുവിൻ്റെ കുരിശ് കണ്ടെത്തുന്നതിനായി വിശുദ്ധ നാട്ടിലേക്കൊരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. രാജ്ഞിക്കൊപ്പം മറ്റ് ക്രിസ്തീയ വിശ്വാസികളും ആ യാത്രയിൽ പങ്കുചേർന്നു. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ശിഷ്യന്മാരെ ഭയമായതിനാൽ യഹൂദർ ക്രിസ്തുവിൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട എല്ലാ തിരുശേഷിപ്പുകളെയും നശിപ്പിച്ചു കളയുവാൻ ധൃതി കൂട്ടി. അതിൻ പ്രകാരം ഗാഗുൽത്തായിലെ ഒരു ഗർത്തത്തിലേക്ക് മറ്റ് 2 കള്ളന്മാരുടെയും കുരിശിനൊപ്പം ക്രിസ്തുവിൻ്റെ കുരിശും പടയാളികൾ എറിഞ്ഞു കളഞ്ഞു. ഈ സംഭവം നടന്ന് ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷമാണ് ഹെലേന രാജ്ഞി വിശുദ്ധ നാട്ടിലെത്തുന്നത്. വിശുദ്ധ നാട്ടിലെത്തിയ ഹെലേന രാജ്ഞി ഒരു ഗർത്തത്തിൽ 3 കുരിശുകളും കണ്ടെത്തി. പക്ഷെ അതിൽ ക്രിസ്തുവിൻ്റെ കുരിശ് ഏതാണെന്ന് തിരിച്ചറിയാൻ രാജ്ഞിക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ രാജ്ഞി ജെറുസലേമിലെ മെത്രാന്റെ അടുക്കൽ സഹായം അഭ്യർത്ഥിച്ചു. യഥാർത്ഥ കുരിശ് കണ്ടെത്താനായി നിത്യരോഗിയായ ഒരു സ്ത്രീയെ മെത്രാൻ അവിടെ കൊണ്ടുവന്നു. 3 കുരിശുകളെയും സ്പർശിക്കുവാൻ മെത്രാൻ രോഗിയായ സ്ത്രീയോട് ആവശ്യപ്പെട്ടു. ക്രിസ്തുവിൻ്റെ കുരിശിൽ തൊട്ട ഉടനെ ആ സ്ത്രീ അത്ഭുതകരമായി സുഖപ്പെട്ടു എന്നാണ് പാരമ്പര്യം. ഹെലേന രാജകുമാരി കുരിശ് കണ്ടെത്തിയ സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിക്കാൻ ഉത്തരവിട്ടു. ഈ ദേവാലയമാണ് ഉയർപ്പിൻ്റെ പള്ളി, ദി ചർച്ച് ഓഫ് ദി റിസറക്ഷൻ എന്നറിയപ്പെടുന്നത്. ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് AD 614 വരെ വിശുദ്ധ കുരിശിനെ അവിടെ സംരക്ഷിച്ചു. ആ സമയങ്ങളിലൊക്കെ ധാരാളം വിശ്വാസികൾ തീർത്ഥാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. പിന്നീട് വിശുദ്ധ കുരിശ് പേർഷ്യക്കാരുടെ കൈകളിൽ അകപ്പെട്ടു. പൗരസ്ത്യ റോമാ സാമ്രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ വിലപേശൽ വസ്തുവായി അവർ കുരിശിനെ ഉപയോഗിച്ചു. 630-ൽ ബൈസൈന്റൈൻ രാജാവായ ഹെരാക്ലിയൂസ് പേർഷ്യക്കെതിരെ വിജയം നേടി കുരിശ് വീണ്ടെടുത്തു. കുരിശിൻ്റെ ഒരു ഭാഗം ജെറുസലേമിൽ കാൽവരിയിൽ രാജാവ് തന്നെ പ്രതിഷ്ഠിച്ചു. ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 14-ാം തീയതി കത്തോലിക്ക സഭ വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ അഥവാ ദി എക്സാൾട്ടേഷൻ ഓഫ് ദി ഹോളി ക്രോസ് ആഘോഷിക്കുന്നത്. അതുപോലെ കുരിശിൻ്റെ മറ്റൊരു ഭാഗം കോൺസ്റ്റാന്റിനോപ്പിളിൽ സൂക്ഷിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അറബികൾ ജെറുസലേം ആക്രമിക്കുകയും ഭരണം മുഹമ്മദീയരുടെ കൈകളിൽ ആവുകയും ചെയ്തു. 10-ാം നൂറ്റാണ്ട് വരെ യഥാർത്ഥ കുരിശിനെ ആരാധിക്കാൻ ധാരാളം വിശ്വാസികൾ വന്നിരുന്നു. പിന്നീട് ക്രിസ്ത്യാനികളുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ ഉൾപ്പെടെ അവർ പിടിച്ചടക്കാൻ തുടങ്ങി. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ കൂടി വിശുദ്ധ കുരിശ് അപ്രത്യക്ഷമായി. 90 വർഷങ്ങൾക്ക് ശേഷം 1099-ൽ വിശുദ്ധ നാടിനെ വിമോചിപ്പിക്കാനായി കുരിശ് യുദ്ധം ആരംഭിച്ചു. തൽഫലമായി കുരിശ് വീണ്ടും കണ്ടെടുത്തു. ഈ വിശുദ്ധ കുരിശിനെ തിരുക്കല്ലറയുടെ ബസിലിക്കയിൽ പുനർപ്രതിഷ്ഠിച്ചു. ഇത് പിന്നീട് ജെറുസലേമിലെ കുരിശ് യുദ്ധ സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായി. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. 1187-ൽ അപ്രത്യക്ഷമായ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ കുരിശ് ഗലീലയിലെ തിബേരിയാസ് കടലിൻ്റെ സമീപത്തുള്ള ഹാറ്റിൻ യുദ്ധത്തിലാണ് തിരികെ കിട്ടിയത്. കുരിശ് യുദ്ധക്കാർ സുൽത്താൻ സലാദിനെതിരെ വിജയം നേടിയത് വഴിയാണ് വിശുദ്ധ കുരിശ് നേടിയെടുത്തത്. യുദ്ധത്തിൽ അവർ തോറ്റുവെങ്കിലും ജെറുസലേം സുൽത്താൻ്റെ കീഴിലായി. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കുരിശ് വീണ്ടും അപ്രത്യക്ഷമായി. വിശുദ്ധ കുരിശ് നഷ്ടപ്പെട്ട വാർത്ത കേട്ട് 3-ാം ഉർബൻ പാപ്പ വീണു മരിച്ചു എന്നാണ് ഐതിഹ്യം. 4-ാം കുരിശ് യുദ്ധത്തിൻ്റെ പരിണിത ഫലമായി കോൺസ്റ്റാന്റിനോപ്പിളിൽ സൂക്ഷിച്ചിരുന്ന കുരിശിൻ്റെ ഭാഗം വെനീസിലെത്തി. ജെറുസലേമിൽ സ്ഥാപിക്കാനായിരുന്നു ശ്രമമെങ്കിലും അത് പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിളിൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൽ തന്നെ എത്തി. ഫാറോസിൻ്റെ പ്ലാറ്റിനം ചാപ്പലിൽ ഉണ്ടായിരുന്ന തിരുശേഷിപ്പ് പുതിയ സാമ്രാജ്യത്തിനും വെനീഷ്യൻസിനുമായി വിഭജിച്ചു. എന്നാൽ പിന്നീടുണ്ടായ ഭീഷണികളാലും പാപ്പരത്വത്താലും വെനീഷ്യൻസ് അവരുടെ തിരുശേഷിപ്പ് വിറ്റു. 1238-ൽ വിശുദ്ധ ലൂയിസ് കുരിശിൻ്റെ 2 ഭാഗങ്ങളും വാങ്ങിച്ചു.
പിന്നീട് 1242 മറ്റു തിരുശേഷിപ്പുകളും, അതായത് മുൾമുടി, തിരുവിലാവിൽ കുത്തിയ കുന്തം തുടങ്ങിയവ വാങ്ങിച്ചു. പിന്നീട് അവ പാരീസിലെ പുതുതായി നിർമ്മിച്ച ചാപ്പലിൽ പ്രതിഷ്ഠിച്ചു. എന്നാൽ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് 1794 കുരിശിൻ്റെ ഭാഗങ്ങൾ വീണ്ടും അപ്രത്യക്ഷമായി. പിന്നീട് കണ്ടെത്തിയ കുരിശിൻ്റെ ഭാഗങ്ങളും വിശുദ്ധ അണിയും പാരീസിലെ നോട്രാഡാം കത്തീഡ്രലിലേക്ക് മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ വൻ അഗ്നിബാധയെയും ഈ തിരുശേഷിപ്പുകൾ അതിജീവിച്ചു എന്നത് ശ്രദ്ധേയമാണ്. മധ്യകാലഘട്ടം മുതൽ ലോകമെമ്പാടും വിതരണം ചെയ്യപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്ത ഈശോയുടെ മരക്കുരിശിൻ്റെ തിരുശേഷിപ്പുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൂജ്യമായി പരിപാലിക്കപ്പെടുന്നു. ഇതുവരെ നടന്ന പഠനങ്ങളുടെയും അപഗ്രഥനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈശോയുടെ യഥാർത്ഥ കുരിശിൻ്റെ 10 ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈശോയുടെ മരക്കുരിശിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഗ്രീസിലെ മൗണ്ട് ആത്തോസ് ആശ്രമത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു. മറ്റു ഭാഗങ്ങൾ റോം, ബ്രസൽസ്, വെനീസ്, ഗേന്റ്, പാരീസ് എന്നിവിടങ്ങളിൽ സംരക്ഷിക്കുന്നു.